4500 രൂപയാണ് നമ്മുടെ കൂലി സിനിമയുടെ ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റോക്കറ്റ് പോലാണ് ടിക്കറ്റ് ചാർജ് ഇങ്ങനെ മുകളിലോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. നിങ്ങൾ വല്ല അറിയുന്നുണ്ടോ? അപ്പോഴേ നമ്മുടെ നാട്ടില് എന്താണ് ഈ ഒരു സിനിമയുടെ ടിക്കറ്റ് ചാർജിന്റെ അവസ്ഥ? പൊള്ളുന്ന വിലയാണ്, പൊള്ളുന്ന വില. ഇപ്പോൾ ഈ ഒരു ഡിമാൻഡ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തിയേറ്ററുകാർ കുത്തനെ റേറ്റ് മുകളിലോട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഏതൊക്കെ തിയേറ്ററുകളിലാണ് ഈ പൊള്ളുന്ന വിലയുള്ള ടിക്കറ്റ് ചാർജ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. പ്രധാനമായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ളത് നമ്മുടെ നാട്ടിലെ മൾട്ടിപ്ലക്സ് തിയേറ്ററിലാണ്. പിന്നെ അതുകൂടാതെ കുറേ ലക്ഷറി കാറ്റഗറിയിലുള്ള തിയേറ്ററുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൂടാതെ നമ്മുടെ ഫ്ലാറ്റ് സ്ക്രീൻ കുറേ തിയേറ്ററിലുണ്ടല്ലോ. അപ്പോൾ ഈ തിയേറ്ററുകളിലൊക്കെ എന്താണ് ടിക്കറ്റ് ചാർജ്? കൂലി ആയതുകൊണ്ട് തന്നെ ഹൈ ഡിമാൻഡാണ്, നമുക്ക് ടിക്കറ്റ് കിട്ടിയേ പറ്റത്തുള്ളൂ എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തിയേറ്ററുകാർ നല്ല രീതിയിൽ തന്നെ ടിക്കറ്റ് ചാർജ് കൂട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയാലോ, നേരെ കൊച്ചിയിലേക്ക് പോവാം. കൊച്ചിയിൽ കുറേ അധികം മൾട്ടിപ്ലക്സ് തിയേറ്റർ ഉണ്ടല്ലോ. കൊച്ചിയിലെ മൾട്ടിപ്ലക്സ് എന്ന് പറയുമ്പോൾ, കൊച്ചിയിലെ മൾട്ടിപ്ലക്സ് അല്ല, കേരളത്തിൽ തന്നെ മൾട്ടിപ്ലക്സ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ PVR സിനിമാസ് തന്നെയാണ്. PVR ലുലു, നമ്മുടെ ലുലു മാളിനകത്ത് PVR ഉണ്ടല്ലോ. അപ്പോൾ അവിടുത്തെ ഇതൊന്നും സ്പെഷ്യൽ സ്ക്രീനോ ഒന്നുമല്ല, ഞാൻ പറയുന്നത് നോർമൽ തിയേറ്റർ ആണ്. ചിലപ്പോൾ 2K ആയിരിക്കാം, 4K ആയിരിക്കാം, 7.1 ആയിരിക്കാം, അറ്റ്മോസ് ആയിരിക്കാം. അപ്പോൾ ഇതുപോലുള്ള തിയേറ്ററുകളിലെ, അതായത് PVR ലുലുവിലെ കുറേ സ്ക്രീൻ ഉണ്ടല്ലോ, അവിടുത്തെ ഒരു ടിക്കറ്റ് ചാർജ് നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 190 രൂപയാണ്. 190 രൂപയിൽ തുടങ്ങി 600 രൂപയാണ് നമ്മുടെ PVRലെ ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ 600 രൂപ എന്ന് പറഞ്ഞാൽ റിക്ലൈനർ സീറ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഈ 600 രൂപയൊക്കെ മുടക്കി ആര് ടിക്കറ്റ് എടുക്കാനാണ്? പക്ഷേ ഈ കഴിഞ്ഞ മുമ്പത്തെ വർഷങ്ങളിലെ റിസൾട്ട് നിങ്ങൾക്കറിയാമല്ലോ. എത്രയൊക്കെ ടിക്കറ്റ് ചാർജ് കൂട്ടിയാലും അത് വാങ്ങിക്കാനായിട്ട് ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ മലയാളികളുടെ കയ്യിൽ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞത് വെറുതെയാണ് കേട്ടോ. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് പോകെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഈ 600 രൂപയുടെ റിക്ലൈനർ സീറ്റ് എല്ലാം ഇപ്പോൾ സോൾഡ് ഔട്ട് ആയി പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ ലുലു മാളിൽ കാണാൻ പറ്റുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 190 രൂപയിലാണ് തുടങ്ങുന്നതെന്ന്. ഈ 190 രൂപ സീറ്റ് എവിടെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, ഏറ്റവും ഫ്രണ്ടിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ല റേറ്റ് തന്നെ കൊടുക്കണം. ഇനി നമ്മൾ അടുത്ത് പോകാൻ പോകുന്നത് PVR തന്നെയാണ്. എവിടെയാണെന്നറിയോ? ഫോറം മാളിലെ PVR. അപ്പോൾ അവിടെ കുറച്ച് കടുംപെട്ടാണ് കേട്ടോ. അതായത് മിനിമം ടിക്കറ്റ് ചാർജ്, അതായത് ഒരു സാധാരണ തിയേറ്ററിലെ മിനിമം ടിക്കറ്റ് ചാർജ് വന്നിരിക്കുന്നത് 300 രൂപയാണ് ഗൈസ്. 300 രൂപ, അതായത് ഒരു ടിക്കറ്റിന് നമ്മൾ മുടക്കേണ്ട തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 രൂപയാണ്. 300 രൂപയിൽ തുടങ്ങി 750 രൂപ വരെയാണ് കൂലിയുടെ ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ശരിക്കും ഒന്ന് ഇരുത്തി ആലോചിച്ച് നോക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒബ്രോൺ മാളിലെ PVRന്റെ കാര്യം നോക്കുവാണെങ്കിൽ അവിടെയും 190 രൂപയിൽ തുടങ്ങി 400 രൂപ വരെയാണ് ടിക്കറ്റ് ചാർജ് വന്നിരിക്കുന്നത്. ഇനി അടുത്ത മൾട്ടിപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് സിനിപോളിസ് ആണ് കേട്ടോ. സിനിപോളിസിന്റെ കാര്യം നോക്കുവാണെങ്കിൽ അവിടെയും നല്ല അറുത്ത റേറ്റ് തന്നെയാണ്. 290 രൂപയിൽ തുടങ്ങി 340 രൂപ വരെയാണ് സിനിപോളിസിന്റെ ടിക്കറ്റ് ചാർജ്. ഇനി നമുക്ക് ഈ ഒരു നാഷണൽ മൾട്ടിപ്ലക്സുകളെ മാറ്റി നിർത്തിയിട്ട് നമ്മുടെ നാട്ടിലെ മൾട്ടിപ്ലക്സ് തിയേറ്ററുള്ള, അതായത് കൊച്ചിയിൽ തന്നെയുള്ള വനിതാ സിനിപ്ലക്സിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഒട്ടും പുറകിലല്ല. പിന്നെ അവിടുത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഈ ഒരു ടിക്കറ്റ് ചാർജിന് ഒന്നുമില്ലെങ്കിൽ നമുക്കൊരു 4K ലേസർ, ഡോൾബി അറ്റ്മോസ് അല്ലെങ്കിൽ DTS 6 സിനിമ കാണാൻ പറ്റും എന്നൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ വനിതയിൽ വന്നിരിക്കുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ 200 രൂപയിൽ തുടങ്ങി 280 രൂപയാണ് കേട്ടോ. ഇനി അടുത്ത് നമ്മുടെ ഷേണായിസിന്റെ കാര്യം നോക്കുവാണെങ്കിൽ 4K 7.1 അവരിട്ടിരിക്കുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 220 രൂപയിൽ തുടങ്ങി 330 രൂപയാണ് കേട്ടോ. അപ്പോൾ കൊച്ചിയിലെ നമ്മുടെ ഈ ഒരു ടിക്കറ്റ് ചാർജിന്റെ അവസ്ഥ നോക്കുവാണെങ്കിൽ ഒരു 190 രൂപയിൽ തുടങ്ങി ഏതാണ്ട് 750 രൂപ വരെയൊക്കെ എത്തി നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഇത് സാധാരണ തിയേറ്റർ ആണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം കേട്ടോ. ഇത് സ്പെഷ്യൽ സ്ക്രീനോ ലക്ഷറി തിയേറ്ററോ ഒന്നുമല്ല. ഇനി നമ്മൾ നേരെ പോകുന്നത് ടിക്കറ്റ് റേറ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉയർന്ന ടിക്കറ്റ് ചാർജിന് പേര് കേട്ട നമ്മുടെ കോഴിക്കോട് ജില്ലയിലേക്കാണ്. കോഴിക്കോടിന്റെ കാര്യം നോക്കുവാണെങ്കിൽ നമ്മുടെ ഗോകുലം മാളിലെ സിനിപോളിസിൽ 240 രൂപയിൽ തുടങ്ങി 300 രൂപ വരെയാണ് ടിക്കറ്റ് ചാർജ് വന്നിരിക്കുന്നത്. ഇനി അടുത്തത് നമ്മുടെ ഹൈലൈറ്റ് മാളിലെ പലാക്സി സിനിമാസിന്റെ കാര്യം നോക്കുവാണെങ്കിൽ 240 രൂപയിൽ തുടങ്ങി 470 രൂപയാണ് നിൽക്കുന്നത്. ഇതൊക്കെ നോർമൽ സ്ക്രീൻ ആണ്. ഇനി അടുത്തത് നമ്മുടെ ബ്ലൂ ഡയമണ്ട് മാളിലെ മിറാജ് സിനിമാസിന്റെ കാര്യം നോക്കുവാണെങ്കിൽ അവിടെയും 220 രൂപയിൽ തുടങ്ങി 260 രൂപ വരെയാണ്. എന്താ അല്ലേ ടിക്കറ്റ് ചാർജ് എന്നൊക്കെ പറയുമ്പോൾ. ഓക്കെ, ഇനി നമ്മൾ നേരെ ട്രിവാൻഡ്രത്തേക്ക് പോവാണ്. ട്രിവാൻഡ്രത്തെ നമ്മുടെ മൾട്ടിപ്ലക്സ് നോക്കുവാണെങ്കിൽ നമ്മുടെ അവിടുത്തെ ആർടെക് മാൾ ഉണ്ടല്ലോ, അവിടെ 4K 7.1 വാങ്ങുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ 210 രൂപയിൽ തുടങ്ങി 350 രൂപയാണ്. ഇനി നമ്മുടെ ലുലുമാൾ, ട്രിവാൻഡ്രം ലുലുമാളിലെ PVRന്റെ കാര്യം നോക്കുവാണെങ്കിൽ അവിടെ കടുംപെട്ടാണ്. 300 രൂപയാണ് മിനിമം ടിക്കറ്റ് ചാർജ്. 300 രൂപയിൽ തുടങ്ങി 700 രൂപ വരെയാണ് മാക്സിമം വന്നിരിക്കുന്ന ഒരു എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മുടെ MOT, മാൾ ഓഫ് ട്രാവൻകൂറിലെ സിനിപോളിസിന്റെ കാര്യം നോക്കുവാണെങ്കിൽ അവിടെ അതിനേക്കാളും കയറ്റി പിടിച്ചേക്കുവാണ്. 320 രൂപയാണ് മിനിമം ടിക്കറ്റ് ചാർജ്. പിന്നെ അത് തുടങ്ങിയിട്ട് 650 രൂപ വരെയാണ് അവിടുത്തെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ട്രിവാൻഡ്രവും ഒട്ടും പുറകിലല്ല എന്നുള്ളതാണ്.
മൾട്ടിപ്ലക്സിലെ കാര്യം നോക്കുവാണെങ്കിൽ ആവറേജ് നോക്കുവാണെങ്കിൽ 300 രൂപയ്ക്കാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് മൾട്ടിപ്ലക്സിലെ. ഓക്കെ, അതാണ് അവസ്ഥ. ഇനി ട്രിവാൻഡ്രത്ത് നിന്ന് നേരെ നമ്മൾ തൃശ്ശൂരേക്ക് പോകുകയാണെങ്കിൽ അവിടെ ഉണ്ടല്ലോ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ, നമ്മുടെ ശോഭ സിറ്റി മാളിലെ ഐനോക്സ്. അവിടുത്തെ കാര്യം നോക്കുവാണെങ്കിൽ 150 രൂപയിൽ തുടങ്ങിയിട്ട് 400 രൂപ വരെയാണ് ടിക്കറ്റ് ചാർജ് വന്നിരിക്കുന്നത്. അപ്പോൾ താരതമ്യേനെ നോക്കുമ്പോൾ 150 രൂപയ്ക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. അപ്പം ഇതാണ് കുറവ് എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഈ 180 എന്ന് പറഞ്ഞാൽ ആ ഫ്രണ്ടിലത്തെ റോ മാത്രമാണ് കേട്ടോ. അത് കഴിഞ്ഞ് തൊട്ട് പുറകിൽ വരുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250 രൂപയാണ്. അപ്പോൾ ശരിക്കും നമുക്ക് വൃത്തിയായിട്ടിരുന്ന സിനിമ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ മിനിമം 250 രൂപ അവിടെയും കൊടുക്കണം എന്നാണ് അവസ്ഥ. അപ്പോൾ മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിലെ ടിക്കറ്റ് ചാർജിന്റെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇനി നമ്മൾ ഈ നോർമൽ സ്ക്രീനിൽ നിന്നും നേരെ ലക്ഷറി കാറ്റഗറിയിലേക്ക് പോകുമ്പോൾ നേരെ നമുക്ക് പോകാനുള്ളത് കൊച്ചിയിലേക്കാണ്. കൊച്ചിയിൽ നമ്മുടെ PVR ഫോറം മാളിലെ ലക്സ് തിയേറ്റർ, അവിടുത്തെ കാര്യം നോക്കുമ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞ റേറ്റിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായിട്ട് ഇങ്ങനെ കുത്തനെ റേറ്റ് കൂടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. എത്ര രൂപയാണെന്നറിയോ? ഒരു ടിക്കറ്റിന് ഏറ്റവും മിനിമം ഒരു ടിക്കറ്റിന് നിങ്ങൾ മുടക്കേണ്ടി വരുന്ന തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1200 രൂപയാണ്. തന്നെ ചോദിക്കേ, എന്താണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്? യെസ്, ലക്ഷറി ഫീൽ ഉണ്ട്, റിക്ലൈനർ സീറ്റ് ആണ്, അതൊക്കെ ഓക്കെ. 1200 രൂപയ്ക്കൊക്കെ കാണാനായിട്ട്. പക്ഷേ എന്താ സംഭവം അറിയോ? ഇതൊക്കെ സോൾഡ് ഔട്ട് ആയി പൊക്കോണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ മലയാളികളുടെ കയ്യിൽ പൈസ ഇല്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് കേട്ടോ. യെസ്, ഇനി അടുത്ത നമ്മുടെ ലുലു മാളിൽ തന്നെ PVR ഉണ്ടല്ലോ, അവിടെയും ഒരു ലക്സ് തിയേറ്റർ ഉണ്ടല്ലോ. അപ്പോൾ അവിടുത്തെ കാര്യം നോക്കുമ്പോൾ അവിടെ പിന്നെയും അതിന്റെ പകുതി പൈസയ്ക്ക് നമുക്ക് കാണാൻ പറ്റും. അതായത് 550 രൂപയും 600 രൂപയാണ് അവിടെ വരുന്ന ടിക്കറ്റ് ചാർജ്. ഇനി നേരെ നമ്മുടെ സിനിപോളിസ് നോക്കുകയാണെങ്കിൽ അവിടെ VIP എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറി ഉണ്ടല്ലോ, അവിടുത്തെ ടിക്കറ്റ് ചാർജും നല്ല കടുംപിടുത്തമാണ് കേട്ടോ. 750 രൂപയും 800 രൂപയാണ് അവിടുത്തെ ടിക്കറ്റ് ചാർജ് വരുന്നത്. പിന്നെ നമ്മുടെ ഷേണായിസിലും ഉണ്ട് ലക്സ് തിയേറ്റർ. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവുണ്ട്. 440 രൂപയാണ് അവിടെ വാങ്ങുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. എന്റെ മോനെ, എന്തൊരു റേറ്റ് അല്ലേ. ഇനി നമ്മൾ നേരെ കോഴിക്കോട് പോവുകയാണെങ്കിൽ അവിടെ നമ്മുടെ പലാക്സി സിനിമാസിലെ സിഗ്നേച്ചർ എന്ന് പറഞ്ഞ ഒരു തിയേറ്റർ ഉണ്ടല്ലോ, അതായത് ഈ ലക്ഷറി കാറ്റഗറിയിൽ വരുന്നത്, അവിടെ വാങ്ങുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 599 രൂപയാണ്. പലാക്സിയും റേറ്റിന്റെ കാര്യത്തിൽ ഒട്ടും പുറകിലല്ല. ഇനി നേരെ ട്രിവാൻഡ്രം PVR നോക്കുവാണെങ്കിൽ അവിടുത്തെയും ലക്സ് തിയേറ്ററിൽ വാങ്ങുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 900 1000 രൂപയുമാണ്. അപ്പൊ ഈ ലക്ഷറി കാറ്റഗറി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അതായത് നമ്മുടെ ഫോറം മാളിലെ PVR 1200 രൂപ ഒരൊറ്റ ടിക്കറ്റിന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ നാട്ടിലെ തിയേറ്ററുകളിലൊക്കെ നോക്കുവാണെങ്കിൽ ഈ 1200 രൂപയ്ക്ക് എത്ര പേർക്ക് സിനിമ കാണാം അല്ലേ? അതാണ്. ഇനി നമുക്ക് നേരെ ഫ്ലാറ്റ് സ്ക്രീനിലേക്ക് പോവാം. ഫ്ലാറ്റ് സ്ക്രീനിന്റെ കാര്യം പറയുവാണെങ്കിൽ ഇപ്പോൾ IMAX തിയേറ്റർ ഉണ്ട്, കൊച്ചിയിലും ഉണ്ട്, ട്രിവാൻഡ്രത്തും ഉണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ IMAXിൽ ഷോ ഇല്ല കേട്ടോ. നമ്മുടെ കൂലിക്ക് IMAXിൽ ഷോ ഇല്ല. കഴിഞ്ഞ ലൊക്കേഷൻ സിനിമ ലിയോ അറിയാലോ, ലിയോ ശരിക്കും പറഞ്ഞാൽ IMAXിൽ തന്നെ ഒരു വലിയ പ്രോഫിറ്റ് തന്നെയായിരുന്നു. കാര്യം ഒരു വലിയ രീതിയിലുള്ള ബുക്കിങ്ങും എന്താ പറയുക, നല്ലൊരു ക്രൗഡ് പുള്ളിങ് ആയിരുന്നു ഈ IMAXിൽ ലിയോ വന്ന സമയത്ത്. പക്ഷേ കൂലി ഇറങ്ങുന്ന സമയത്ത് ലോകേഷ് എന്തുകൊണ്ട് IMAX കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം നോ ഐഡിയ. എന്തായാലും IMAXിൽ ഇപ്പോൾ സിനിമ ഇല്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ 4DXിലും സിനിമ വന്നിട്ടില്ല. IMAXിലും 4DXിലും ഇപ്പോൾ കളിക്കുന്ന സിനിമ 14-ാം തീയതി കളിക്കുന്ന സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാർ 2 ആണ് കേട്ടോ, വാർ 2. അപ്പോൾ ഇനി നമ്മൾ അടുത്ത നോക്കാൻ പോകുന്നത് നമ്മുടെ കൊച്ചിയിലെ തന്നെ PXL സ്ക്രീനാണ്. PXL സ്ക്രീനിന്റെ കാര്യം പറയുവാണെങ്കിൽ ഒരു നല്ല ഡീലായിട്ട് നിങ്ങൾക്ക് തോന്നും. 320 രൂപയാണ് ടിക്കറ്റ് ചാർജ് തുടങ്ങുന്നത്. ഇപ്പോൾ 320 രൂപ മുടക്കിയിട്ട് കാണുമ്പോൾ നമുക്ക് ഓക്കെ, ഒന്നുമില്ലെങ്കിൽ നമ്മളൊരു ഫ്ലാറ്റ് സ്ക്രീനിൽ ഒരു സിനിമ കണ്ടല്ലോ എന്നൊരു ആശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, 320 തുടങ്ങി 1200 രൂപ വരെയാണ് നമ്മുടെ PXL വാങ്ങുന്ന ടിക്കറ്റ് ചാർജ്. അപ്പോൾ ഈ 1200 രൂപയുടെ സീറ്റൊക്കെ നിങ്ങൾ ഇപ്പോൾ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാം. അതെല്ലാം സോൾഡ് ഔട്ട് ആയി പോയി എന്നുള്ളതാണ് അവസ്ഥ. അപ്പോഴേ ഈ 320 രൂപ മുടക്കിയിട്ട് കാണാം എന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ അതൊരു നല്ല ഡീലാണോ? അല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 320 രൂപയ്ക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും ഫ്രണ്ട് റോ മാത്രമാണ്. ശരിക്കും ഒന്ന് ആസ്വദിച്ചിരുന്ന് നല്ല രീതിയിൽ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര രൂപ മുടക്കണം അറിയോ? 500 രൂപ മുടക്കണം. അതായത് 500 രൂപ മുടക്കിയിട്ട് നിങ്ങൾക്ക് സിനിമ കാണാനായിട്ട് പറ്റും. നമ്മുടെ ഈ ഗവൺമെന്റ് തിയേറ്ററുകളുടെയൊക്കെ കാര്യം നോക്കുവാണെങ്കിൽ ഒരു 4 പേർക്ക് അല്ലെങ്കിൽ 5 പേർക്കൊക്കെ സുഖമായിട്ട് സിനിമ കാണാൻ പറ്റുന്ന പൈസയാണ് ഇവിടെ ഒരു ആള് മുടക്കേണ്ടത്. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ കോഴിക്കോട് പോവാണ്. നമുക്ക് കോഴിക്കോട് ഉണ്ടല്ലോ പലാക്സ് സിനിമാസിലെ എപ്പിക് തിയേറ്റർ. എപ്പിക് തിയേറ്ററിന്റെ കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ താരതമ്യേന ടിക്കറ്റ് ചാർജ് കുറവാണ്. 290 രൂപ മാത്രമേ അവിടെ വാങ്ങുന്നുള്ളൂ കേട്ടോ. അതും സീറ്റ് കാറ്റഗറി 2 കാറ്റഗറി ഉള്ളത്. ആ 2 കാറ്റഗറിയിലും ഈ സെയിം റേറ്റ് തന്നെയാണ് വാങ്ങുന്നത്. അപ്പോൾ അവിടെ കുറച്ചൊരു ആശ്വാസം ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ ഒരു കൂലിയുടെ ടിക്കറ്റ് റേറ്റ് നോക്കിയ സമയത്ത് ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് നമ്മുടെ ഫോറം മാളിൽ തന്നെയാണ്. PVRൽ 1200 രൂപ മിനിമം, 1400 രൂപ മാക്സിമം. ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമല്ല നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ നമ്മുടെ ചെന്നൈയിലെ രോഹിണി തിയേറ്ററിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫാൻ ഷോയ്ക്ക് വാങ്ങുന്ന ഒരു ടിക്കറ്റിന് വാങ്ങുന്ന ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4500 രൂപയാണ് ഒരു ടിക്കറ്റിന്. അപ്പോൾ അവിടെ ഞാൻ ഇങ്ങനെ കണ്ടായിരുന്നു, ഈ ഫ്ലവർ ഷോ അങ്ങനെ എന്താണ്ടൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് അവർ കൂടുതൽ ചാർജ് ഈടാക്കുന്നത് എന്നുള്ള കാര്യം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇതാണ് കൂലിയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നിങ്ങൾ
ബാംഗ്ലൂരിലൊക്കെ ഉള്ള തിയേറ്ററുകളുടെ ഒരു അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വലിയ വലിയ ഫിഗറൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് അവസ്ഥ. നമ്മുടെ നാടും ഒട്ടും പുറകിലല്ല. മൾട്ടിപ്ലക്സ് തിയേറ്ററുകളൊക്കെ നല്ല രീതിയിൽ അറുത്ത് പൈസ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ.